ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര പഴനിക്കാണ്. ഇപ്പോൾ സമയം രാത്രി 9:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് രാവിലെ ഒരു 4-4:30 നമുക്ക് പഴനിയിലെത്താൻ കഴിയുള്ളൂ. റിയ എന്ന ടൂർ ട്രാവലറാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് 17 സീറ്റാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഈഡൻ എ എന്ന ഈ ലോഡ്ജിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ താമസിച്ചിരുന്ന ലോഡ്ജ് ഉണ്ടായിരുന്നത്. അവിടെ ഒരു റൂമിന് 500 രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ നമുക്ക് മുടി മൊട്ടയടിക്കാനുള്ള കാര്യങ്ങളും എല്ലാം ആൾക്കാരെല്ലാം അവിടുത്തെ ലോഡ്ജിന്റെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നു. പഴനി മലയിൽ സ്ഥിതി ചെയ്യുന്ന പഴനി ആണ്ടവന്റെ ശ്രീകോവിൽ ശരിക്കും പടിഞ്ഞാറ് ദിശയിലോട്ടാണ് ദർശനം ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കേരളത്തെ അഭിമുഖീകരിച്ചാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നവപാഷാണങ്ങൾ എന്ന 9 സിദ്ധ ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ പ്രത്യേക ഔഷധക്കൂട്ടാണ് പഴനി മുരുകന്റെ പ്രതിഷ്ഠ നിർമ്മിക്കാൻ ഭോഗമഹർഷി ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ ഈ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യുന്ന പഞ്ചാമൃതം, ചന്ദനം എന്നിവ സർവ്വരോഗ ശമനിയായി ഭക്തർ കരുതപ്പെടുന്നു. കാവടി എടുക്കുന്നതും തലമുടി കളയുന്നതും ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. ഞാനെന്ന അഹംഭാവം ഉപേക്ഷിച്ച് ജഗദീശ്വരനോട് താതാത്മ്യം പ്രാപിക്കുന്നു എന്നതിന്റെ പ്രതീകമാണ് തല മുണ്ടനം ചെയ്യുന്നത്. തൈപ്പൂയ മാസത്തിലെ പൗർണമി ദിവസമായ തൈപ്പൂയമാണ് പ്രധാന ഉത്സവം. അന്നേ ദിവസം ഭക്തരുടെ കാവടിയാട്ടവും ഭഗവാന്റെ തങ്കരഥത്തിലുള്ള എഴുന്നള്ളത്തും നടക്കുന്നു. ദ്രാവിഡ ശൈലിയിൽ ദിണ്ടിഗൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഈരാറ്റുപേട്ടയിൽ നിന്നും 253 കിലോമീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പഞ്ചാമൃതവും വിഭൂതിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രസാദം. തൈമാസത്തിൽ ജനുവരി 14, 15, ഫെബ്രുവരി 12, 13 കാലയളവിലാണ് കൂടുതലും ഭക്തർ ഇവിടെ എത്തുന്നത്. 18 സിദ്ധവൈദ്യ മഹർഷിമാരിൽ ഒരാളായ ഭോഗരാണ് മുരുകന്റെ പ്രതിഷ്ഠ പഴനിമലയിൽ സ്ഥാപിച്ചതെന്ന് കരുതുന്നു. ഭോഗർ മഹർഷിയുടെ ഒരു ദേവാലയവും ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഇടനാഴിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ സമാധിയായി കണക്കാക്കപ്പെടുന്നു. മലയുടെ അകത്തുള്ള ഒരു ഗുഹയുമായി ഈ ഭോഗർ മഹർഷിയുടെ ദേവാലയം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഇദ്ദേഹം അഷ്ടദിക്പാലകന്മാരുമായി ധ്യാനത്തിലേർപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്നു. തുടർച്ചയായുള്ള ധാരയും അഭിഷേകവും മൂലം വിഗ്രഹത്തിന് ചെറിയ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെന്നും അതുമൂലം കൂടിയിരിക്കുന്ന ചൈതന്യം കുറയുകയുണ്ടായി എന്നും കുറെ ഭക്തരെങ്കിലും വിശ്വസിച്ചു. എന്നാൽ പുരോഹിതരും കുറെ ആളുകളും ഇതിൽ യാതൊരു സത്യവുമില്ലെന്നും പറയുകയുണ്ടായി. എന്നാൽ പിന്നീട് ദേവപ്രശ്നം കാരണവും മറ്റു പുതിയ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ തീരുമാനമായി. മാത്രമല്ല അഭിഷേകങ്ങളിൽ ചിലത് നിർത്താനും തീരുമാനമായി. ഇത് വിഗ്രഹം ദ്രവിച്ചു പോകുന്നത് തടയും എന്ന് വിദഗ്ധർ പറഞ്ഞു. 2004 ജനുവരി 27 100 കിലോഗ്രാം ഭാരമുള്ള പുതിയ വിഗ്രഹം പ്രതിഷ്ഠിച്ചു ആരാധന തുടങ്ങി. എന്നാൽ യാഥാസ്ഥികരായ ഭക്തരുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് പഴയ വിഗ്രഹത്തിൽ തന്നെ ആരാധന തുടരാൻ തീരുമാനമായിരിക്കുന്നു. രാവിലെ ഒന്നും കഴിക്കാതെ മല കയറിയത് കൊണ്ടാവാം തിരിച്ചിറങ്ങിയപ്പോഴത്തേനും എല്ലാവർക്കും നല്ല വിശപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വന്ന് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പ്രീമിയം ഹോട്ടലുകളിൽ ഒന്നായതുകൊണ്ടായിരിക്കാം ഇവരുടെ കസ്റ്റമർ സർവീസും അടിപൊളിയായിരുന്നു. മല കയറി ഇറങ്ങി നോയമ്പ് തീർന്നുകൊണ്ട് തന്നെ എല്ലാവരും നോൺ വെജ് തന്നെയാണ് ഓർഡർ ചെയ്തത്. ഞാനും ഒരു നോൺ വെജ് ഐറ്റമായ ഫ്രൈഡ് റൈസ് തന്നെയാണ് ഓർഡർ ചെയ്തിരുന്നത്. ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിയായപ്പോഴത്തേനും വണ്ടിയിലോട്ട് കയറിയതാ. ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് എത്ര കിലോമീറ്റർ വണ്ടി തന്നെ ഇരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണക്കൂട്ടി പറയാൻ പാടായിരിക്കും. കാരണം ഒരു 4-5 മണിക്കൂറെല്ലാം കഴിഞ്ഞ് ഒരു 5, 5:30, 6 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളിവിടെ വന്ന് ചായ കുടിക്കാമെന്നും പറഞ്ഞ് വണ്ടി നിർത്തുന്നത്. അപ്പോഴാണ് ശരിക്കും നടുവ് നിന്ന് നിവർത്തിയത്. ഇവിടുന്ന് മുന്നോട്ടുള്ള യാത്രകൾ ഒട്ടുമിക്കതും തമിഴ്നാട്ടിലൂടെയുള്ള യാത്രകൾ പൊതുവെ എല്ലാവർക്കും അറിയാമല്ലോ. 2 സൈഡിലും കാണാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. കുറേ തരിശ് ഭൂമികളും കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും അങ്ങനെയുള്ള വിഷ്വൽസ് ഒഴിവാക്കുകയാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനൊരു റോഡിൻ്റെ സൈഡിലുള്ള കുഴികളടയ്ക്കൽ കണ്ടത്. കാണാൻ ഒരു എന്താ പറയുക രസമുള്ള കാഴ്ചയായിരുന്നു. അതുമാത്രമല്ല ഈ JCB ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ആ ഒരു ഡ്രൈവിംഗ് സ്കില്ല് അത് പ്രത്യേകം എടുത്തു പറയാതിരിക്കാൻ പറ്റിയില്ല. കാരണം പുള്ളി അതുപോലെയാണ് അവിടെ പെർഫോം ചെയ്തിരുന്നത്. 306 കിലോമീറ്ററാണ് പഴനിയിൽ നിന്നും
വേളാങ്കണ്ണിയിലോട്ടുള്ള ദൂരം 5 മണിക്കൂറും 33 മിനിറ്റും. അതാണ് ട്രാവലിംഗ് ടൈമിന് വേണ്ടി ഗൂഗിൾ മാപ്പിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അതുകൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.